രാവിലെ എണീറ്റ ഉടനെ ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. ഇവിടെ മൂന്നാളും ഒരുമിച്ച് എണീറ്റ് ഇവിടെ കളിക്കുന്നുണ്ട് ട്ടോ. പിന്നെ ഒന്ന് പുറത്തിറങ്ങി നാല് പുറമൊക്കെ ഒന്ന് നടന്ന് നോക്കി. അടുത്ത വീട്ടിലൊരു ചേച്ചിനെ കണ്ട് അവരടുത്ത് സംസാരിച്ചു. പിന്നെ നിൽക്കുമ്പോഴാണ് കറിവേപ്പില കണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കണ്ടതൊക്കെ പിന്നെ പാക്ക് ചെയ്യലാണ് പതിവ്. പിന്നെ പതുക്കെ കിച്ചണിൽ കയറിയപ്പോൾ ഇതാ ഇവിടെ വീണ്ടും ഇഡ്ഡലി. ഞാനോ അവിടെ ദിവസം ഇഡ്ഡലിയും ദോശയാണ് കേട്ടോ എളുപ്പ വഴിക്ക് രാവിലെ പെട്ടെന്ന് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ ഫേസൊക്കെ ഒന്ന് മാറി. പിന്നെ കട്ടൻ ചായക്ക് ഇവിടെ പൊരിയും അച്ചപ്പവും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ എണീറ്റ ഉടനെ അതൊക്കെ എടുത്ത് വാരി കഴിക്കലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇഡ്ഡലിയൊക്കെ കഴിക്കണ നേരത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇഡ്ഡലി നെഹി ഹേ, എനിക്ക് ഇന്നലത്തെ എന്താ പറയുക കപ്പയും മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചു. അങ്ങനെ അതേ താത്തയും കുട്ടികളൊക്കെ പോകാൻ നിൽക്കാനിട്ടത് എന്തപ്പോൾ ഇത് കഥ അതേ വലിയ ആളെടുത്ത് പൊക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇതാ അവരിവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് ഇന്നൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാനും കൂട്ടിയിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഹെമീൻക്ക് കൂൾ കൊടുക്കലും ഉറക്കലൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഒന്ന് മാറ്റി പിന്നെ ഞാനൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നതിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ചില മേക്കപ്പും കാര്യങ്ങളും മുടിച്ചീവലും എല്ലാം സെറ്റായി നിന്നു. അങ്ങനെ ഓട്ടോ വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് അതിൽ ചാടിക്കയറി. എല്ലാവരും സെറ്റാണ്, ഉമ്മയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്നാണാവോ ഇൻഷാ അല്ലാ ഇനി ക്രിസ്മസ് വെക്കേഷനിലായിരിക്കും ഇനി ഇങ്ങോട്ട് വരിക.